Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് Asus TUF Gaming F15 മോഡലാണ്. ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് 60K ബഡ്ജറ്റിനാണ് ഈ ഒരു ലാപ്ടോപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഓഫറിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ട് ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് മെയിനായിട്ട് ഗെയിമിംഗ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Intel Core i5 10300H ആണ് വരുന്നത്. 4.5 Hz ക്ലോക്ക് സ്പീഡ് മാക്സിമം ഇതിൽ ലഭിക്കും. ഗെയിമിങ്ങിനും അതേപോലെ തന്നെ മൾട്ടി ടാസ്കിങ്ങിൽ ഹെവി സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പ്രോസസ്സിങ് നടക്കും. അതിന് പറ്റിയൊരു പ്രോസസ്സറും കൂടിയാണ് 10300H സീരീസ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 15.6 ഇഞ്ചാണ് വരുന്നത്. FHD ആൻറ്റി ഗ്ലെയർ IPS ലെവൽ പാനലാണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ റാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8GB റാമാണ് കൊടുത്തിട്ടുള്ളത്. DDR4 3000 MHz ആണ് ഇതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് എന്തും വർക്ക് ചെയ്യാൻ സാധിക്കും. നല്ല സ്മൂത്തായിട്ട് പ്രോസസ്സിങ്ങിനനുസരിച്ചിട്ട് റാമിൻ്റെ റണ്ണിങ്ങും കറക്റ്റായിട്ട് വർക്കിംഗ് ആയിരിക്കും. ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 512GB NVMe 3.0 SSD ആണ് വരുന്നത്. ഇതിൽ ഹാർഡ് ഡ്രൈവ് ഇല്ല. ഹാർഡ് ഡ്രൈവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതിനുള്ള സ്ലോട്ടും കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിനുള്ളിലുണ്ട്. അതുപോലെ കോപ്പി പേസ്റ്റിങ്ങും ബയോസ് ടൈമിംഗ് എല്ലാം ഈ ഒരു SSD ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ട് റണ്ണിങ് ആയിരിക്കും. ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIA GTXൻ്റെ 1650 Ti ആണ് വരുന്നത്. DDR6 4GB ഗ്രാഫിക്സ് കാർഡാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് ക്വാളിറ്റിയും അതേപോലെ മൾട്ടി ടാസ്കിങ്ങിൽ വരുന്ന ഹൈ റേഞ്ച് സോഫ്റ്റ്വെയർസും ആഫ്റ്റർ എഫക്റ്റ് പ്രീമിയർ പ്രോ പോലുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം റൺ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഗ്രാഫിക്സ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എല്ലാം ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് 4GB നമുക്കിതിൽ അവൈലബിൾ ആണ്. മറ്റൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ ഫാനാണ് ഇതിൽ വരുന്നത്. ആൻറ്റി ഡസ്റ്റ് ടെക്നോളജി ഉണ്ട്. ആൻറ്റി ഡസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡസ്റ്റ് കടക്കാത്ത വിധത്തിലുള്ളൊരു ഫെസിലിറ്റി ഈ ഒരു ലാപ്ടോപ്പിനുണ്ട്. അതുകൂടാതെ തന്നെ അമിതമായ പ്രോസസ്സിങ് ചില സമയത്ത് നടക്കുമ്പോൾ അതിൻ്റെ ചൂട് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഫാൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഗെയിംസ് കളിക്കുമ്പോഴും മറ്റ് ഹെവി സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുമ്പോൾ സിസ്റ്റം ഓവർ ഹീറ്റിംഗ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കൂളിംഗ് ഡൗൺ ആവും. അത് ഈ ഒരു ഫാനിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. പിന്നെ അടുത്തതായുള്ളത് കീപാഡ് ലൈറ്റാണ്. കീപാഡ് ലൈറ്റ് പറയുമ്പോൾ RGB കീപാഡ് ലൈറ്റാണ് വരുന്നത്. കീപാഡ് ലൈറ്റ് നമുക്ക് ഫംഗ്ഷൻ കീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല മോഡിൽ നമുക്ക് RGB ലൈറ്റിംഗ് മാറ്റാൻ പറ്റും. അതിൻ്റെ കളറും അതേപോലെ തന്നെ അത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കീയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വൈഫൈ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. Wi-Fi 6 ആണ് വരുന്നത്. ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഡൗൺലോഡിങ്ങും അതേപോലെ തന്നെ കണക്റ്റിങ്ങും അപ്ലോഡിങ്ങും എല്ലാം നല്ല ഫാസ്റ്റായിട്ട് ഇതിൽ ചെയ്യാൻ സാധിക്കും. ഇനി ലാസ്റ്റ് ഫീച്ചറായിട്ടുള്ളത് Windows 11 അപ്ഡേറ്റ് ചെയ്യാനുള്ള എലിജിബിൾ സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു Asusൻ്റെ. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൈക്രോസോഫ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അപ്ഡേറ്റിൽ വരുന്നതായിരിക്കും. അങ്ങനെയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. Windows 11 എന്ന് പറയുന്നത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എങ്കിലും ചെറിയ ബഗ്സും കാരണം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് നേരത്തെ അപ്ഡേറ്റ് ചെയ്തത് ഡൗൺഗ്രേഡ് ചെയ്തു. അപ്പോൾ സിസ്റ്റം വാങ്ങിയവർക്ക് എലിജിബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലാപ്ടോപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയും കൂടി ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.